Friends, welcome to channel. 𝙑𝙞𝙙𝙯 എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈറ്റും ഓഡിയോയും നമ്മുടെ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ഇപ്പോൾ ഏതാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഇപ്പം മെയിനായിട്ട് നമ്മുടെ ബിഗിനേഴ്സൊക്കെ നമുക്കിപ്പോൾ ലൈറ്റ് സെറ്റപ്പും അതുപോലെ വലിയ ക്യാമറ ഒന്നും വെച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യണം. അപ്പോൾ അതൊന്നും വേണ്ടാത്തവർക്ക് നമ്മൾ ഏതാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആകാനൊന്നും മറക്കണ്ട. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല. അപ്പോൾ ഇത് ഓണാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ എടുക്കാൻ നമുക്ക് ലൈറ്റും അതുപോലെ ഓഡിയോയും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഈ സ്റ്റുഡിയോ ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മുടെ ആക്ച്വലി അതിനൊരു മാസ്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ലൈറ്റിന് ഡയറക്റ്റ് വരാണ്ടിരിക്കാനും ഒരു മാസ്ക് ചെയ്തിട്ട് ഒരു ലെയർ വെച്ചിട്ടൊക്കെയാണ് പറയുക. അതിനൊരു ബോക്സ് എന്നൊക്കെ പറയാം. അതിന് കറക്റ്റ് ഫുൾ നെയിം എനിക്ക് മറന്നുപോയി. അതൊരു ബോക്സ് എന്തൊരു ബോക്സാണ് എൻ്റെ പേര് പറയാം. അത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ 4000-5000 രൂപയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതും രണ്ട് സൈഡിൽ നിന്ന് ലൈറ്റ് വേണ്ടി വരും. ശരിക്കും നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് ഒരു ലൈറ്റ് വേണം, സൈഡിൽ നിന്ന് 2 ലൈറ്റ് വേണം, ബാക്ക് സൈഡിൽ നിന്നും നമ്മുടെ ബാക്കിലേക്ക് ഒരു ലൈറ്റ് വേണം എന്ന് വെച്ചാൽ അപ്പോഴാണ് കറക്റ്റ് ഈ ഷാഡോനൊക്കെ കളയാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ കാണാൻ പറ്റും എൻ്റെ ഷാഡോ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എൻ്റെ ലൈറ്റ് മുകളിലും പിന്നെ ഈ സൈഡിലാണ് വരുന്നത്. ഞാൻ എക്സ്ട്രാ ലൈറ്റൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇത്രയ്ക്കും കാശ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗിനേഴ്സിനും ചെറിയൊരു ചാനലുള്ളവർക്കൊക്കെ ശരിക്കും പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കുമ്പോഴും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ മൈക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ മൈക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒന്ന് മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. സൗണ്ട് തന്നെ അപ്പോൾ നമ്മുടെ സൗണ്ട് ഡിഫറൻസ് കണ്ടില്ലേ? അപ്പോൾ ഈ നമ്മുടെ മെയിൻ സംഭവം ആക്ച്വലി എൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 10-250 വീഡിയോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ആക്ച്വലി ശരിക്കും മെയിനായിട്ട് ആൾക്കാർ നോക്കുന്നത് വോയിസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയണ കാര്യം അവർക്ക് കേട്ടില്ലെങ്കിൽ അവർക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറേ പേര് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോസിൽ മ്യൂസിക് ഇടയിലിടും. പക്ഷേ നമ്മുടെ ഓഡിയോനായിട്ടും മ്യൂസിക്കായിരിക്കും നമ്മൾ ആ മ്യൂസിക്കിന് വയ്ക്കുക. അപ്പോൾ ശരിക്കും വോയിസ് കേൾക്കില്ല. പോരാതെ നമ്മളിപ്പോൾ മൈക്കൊന്നും ഇല്ലെങ്കിൽ ശരിക്കും വോയിസ് തീരെ കേൾക്കില്ല. അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻസ് എൻ്റെ ഒരു രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും നമ്മുടെ വോയിസ് തന്നെയാണ്. അതൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും ലൈറ്റ് സെറ്റപ്പ് ശരിയാക്കിയാൽ മതി. അത്യാവശ്യം നമ്മുടെ സൺലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ രാത്രിക്ക് എടുത്താലാണ് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ആഫ്റ്റർനൂണൊക്കെ എടുക്കുന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് മെയിനായിട്ട് ലൈറ്റിൻ്റെ ആവശ്യമില്ല. സൺലൈറ്റിനായിട്ടും വലിയ ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ വെച്ചെടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പം പക്ഷേ വോയിസ് അങ്ങനെയല്ല. നമുക്ക് ഈ മൈക്കില്ലെങ്കിൽ ശരിക്കും നല്ല എഫക്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും മൈക്കിനാണെങ്കിൽ വലിയ റേറ്റും ഇല്ല. അപ്പോൾ വയർലെസ് മൈക്കിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് 500 രൂപ 600 രൂപ. അപ്പോൾ ഇത് JBLൻ്റെ മൈക്കാണ്. JBLൻ്റെ നമ്മുടെ അറിയാം, നിങ്ങൾക്ക് JBL ബ്രാൻഡിൻ്റെ അറിയാം. അപ്പോൾ അവരൊരു മൈക്കാണ്. അപ്പോൾ റീസെൻ്റ്ലി അവർ ഇറക്കിയിരിക്കുന്ന മൈക്കാണ്. 2 ടൈപ്പ് മൈക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ടൈപ്പ് മൈക്കാണ്. ഇത് നല്ല എക്സ്റ്റെൻഡ് നല്ല ലെങ്തി വരുന്നൊരു മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിഫയറും ഒക്കെയുള്ള സെറ്റപ്പൊക്കെ ഉള്ളൊരു വയറാണ്. ഇത്രയും വയർ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും വലിയൊരു മൈക്കാണ്. ആക്ച്വലി ഇതിനൊരു 800 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. പിന്നെ 1 ഇയർ വാറണ്ടിക്കുള്ളതാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോയയുടെയോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 500-600 റേഞ്ചിൽ നല്ലൊരു സാധനം കിട്ടും. നല്ലൊരു ക്വാളിറ്റി സാധനം കിട്ടും. അപ്പോൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. പക്ഷേ ലൈറ്റിന് അങ്ങനെയല്ല. അത്യാവശ്യം ഇപ്പോൾ ഞാനൊക്കെ നോർമൽ ബൾബൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻസ് ആണ് തന്നെയാണ്. ഇതില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ക്യാമറ തൊട്ടടുത്ത് നമ്മുടെ അല്ലെങ്കിൽ വ്ളോഗിങ് പോലെയൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ നോർമൽ ടെക്നോളജി ചാനലോ അതുപോലെ കുക്കിംഗ് ചാനലിലോ അങ്ങനത്തെ ചിലപ്പോൾ അതിന് പറ്റുന്നുണ്ടാവില്ല. വ്ളോഗിങ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ശരിക്കും നമ്മൾ ക്യാമറ ഇങ്ങനെ പിടിച്ചാണല്ലോ പിടിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ ശരിക്കും നമ്മളൊരു മൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നത്. വെച്ചാൽ മൈക്കില്ലെങ്കിൽ ശരിക്കും നമ്മുടെ വോയിസ് കട്ടിയില്ലെങ്കിൽ ശരിക്കും പിന്നെ വീഡിയോ ഒന്നും ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു സ്ഥിതിക്ക് നമ്മൾ പ്രത്യേകിച്ച് ബിഗിനേഴ്സിനോടാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു 1000-ൻ്റെ താഴെയുള്ളൊരു മൈക്ക് ഒരു നല്ല ക്വാളിറ്റി മൈക്ക്. പക്ഷേ മൈക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ശരിക്കും 150 രൂപ 200 രൂപയ്ക്കൊക്കെ മൈക്ക് അവൈലബിൾ ആണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് നേരം അത്യാവശ്യം ഒരു 600-700 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് ക്വാളിറ്റി മൈക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലായിരിക്കും നല്ല മെയിനായിട്ടുള്ള ഫേമസ് മൈക്കുകൾ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കയ്യിൽ നിന്ന് വാങ്ങാട്ടെ. അപ്പോൾ ചെറിയ മൈക്ക് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇല്ല. അതിന് കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനാദ്യത്തെ മുമ്പ് ഫസ്റ്റ് ഒരു 200-250 രൂപയുടെ മൈക്ക് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷേ അതൊക്കെ ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും സംഭവം കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ എന്നിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഇതിനും വലിയ റേറ്റ് ഒന്നുമില്ല. അപ്ഗ്രേഡ് എന്ന് പറയാനൊന്നുമില്ല. മച്ചനൊരു 300, ഇതിനൊരു 800 സംതിങ് റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിൻ വീഡിയോ നമ്മുടെ ലൈറ്റിനെ കുറിച്ച് ഇപ്പോൾ
അപ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു 10,000K ഒക്കെ മുകളിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. വീഡിയോ ലൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനും ചെറുതുള്ള ചാനലുള്ളവർക്കൊക്കെ അതേപോലെ ബിഗിനേഴ്സിനൊക്കെ ശരിക്കും ലൈറ്റ് സെറ്റപ്പിന് ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അത്യാവശ്യം നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് സൺലൈറ്റിൽ വെച്ചെടുത്താൽ തന്നെ നല്ല ലൈറ്റ് കിട്ടും. അപ്പോൾ പക്ഷേ ഇതങ്ങനെയല്ല, ഓഡിയോന് നമുക്ക് മൈക്ക് ഒരു ആവശ്യ സാധനം തന്നെയാണ്. അപ്പോൾ എൻ്റെ രീതിയിൽ നമുക്ക് ഓഡിയോയും വീഡിയോയും ഏത് ഇമ്പോർട്ടൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു മൈക്ക് ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് മൈക്ക് വാങ്ങിയാൻ നോക്കുന്നവരും നമ്മൾ ചിലപ്പോൾ ഇയർഫോണിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വലിയ റേറ്റ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ക്വാളിറ്റി മൈക്ക് കിട്ടുന്നപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ ലിങ്കിൽ നോക്കാം, നല്ല ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് JBLൻ്റെ മൈക്കായിട്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല റിവ്യൂസാണ്, എന്നിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊക്കെ സംഭവം വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജസ്റ്റ് അവിടെ കൊണ്ടിടുക പതിവ്. ഇതിന് ശരിക്കും ഒരു ബാഗും പൗച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ല ലൈഫ് കിട്ടും. അപ്പോൾ ഇത് തന്നെ JBLൻ്റെ കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ത്രെഡിനൊക്കെ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, 2 ലിങ്ക് കിട്ടും, 2 ടൈപ്പ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, അപ്പോൾ ഓഡിയോയും വീഡിയോയിലും നല്ല ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഓഡിയോ തന്നെയാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. പക്ഷേ മെയിനായിട്ട് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് സെറ്റപ്പും നല്ലത് തന്നെയാണ്. പക്ഷേ ബിഗിനേഴ്സിനും മെയിനായിട്ടുള്ളവർക്ക് എനിക്ക് ലൈറ്റ് സെറ്റപ്പ്സ് വലിയ പ്രയോറിറ്റി കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു എങ്ങനെയാണ് അങ്ങനെ കൺക്ലൂഷൻ ഒന്ന് നമ്മുടെ കമൻറ്റിൽ ഇടുക. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ മൈക്ക് ഏതാ യൂസ് ചെയ്യാനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.